Hello everyone. Today we are dealing with twin paradox. റിലേറ്റിവിറ്റിയിൽ ടൈം ഡിലേഷൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു പോർഷനാണ് ഈ ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. ട്വിൻ പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ അല്ലെങ്കിൽ ഈ ട്വിൻ പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പ്രാക്ടിക്കലി തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് റിലേറ്റിവിറ്റിയിലെ തിയറീസ് വെച്ചിട്ട്, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട്, ടൈം ഡിലേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. ആസ് യു നോ, ട്വിൻ എന്ന് പറയുമ്പോൾ ഇരട്ടകളാണ് അല്ലേ, ഇരട്ട. പിന്നെ ഒരു പാരഡോക്സ് വരുന്നൊരു വിരോധാഭാസം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ട്വിൻ പാരഡോക്സ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടൈം ഡിലേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം ഡിലേഷൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു: ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ, where delta t is the time interval between two events in S frame, and delta t0 is the proper time interval, which is the time interval between two events in S dash frame, where S dash frame is moving with a constant velocity v. അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ വി എപ്പോഴും സാധാരണ നോർമൽ ഫിനോമിനാസ് ഒക്കെ നടക്കുന്ന സമയത്ത് വി എപ്പോഴും സിയേക്കാളും വളരെ ചെറുതായിരിക്കും. വി ഈസ് ഓൾവേസ് ലെസ് ദാൻ സി, സി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വി. സോ എപ്പോഴും ഈ ടിയും ഡെൽറ്റ ടി സീറോ എന്ന് പറയുന്ന സംഭവം എപ്പോഴും കമ്പയറബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഡെൽറ്റ ടി സീറോയും ഡെൽറ്റ ടിയും ഒരുപാട് വ്യത്യാസം വരുന്നത് വെൻ വി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സി ആവുന്ന കേസുകളിലാണ് അല്ലേ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ഈസ് അപ്രോക്സിമേറ്റ്ലി സി ആവുന്ന സമയത്ത് ഈ ഒരു 1 മൈനസ് 1 എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് വരിക. 1 മൈനസ് 1 വി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സി ആയി കഴിഞ്ഞാൽ അപ്പോൾ ഡെൽറ്റ ടി സീറോ ബൈ ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ 0 എന്ന് വരും. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ ടി ഈസ് അപ്രോക്സിമേറ്റ്ലി ഓർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം അല്ലേ, ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡിങ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഡെൽറ്റ ടി ഇൻഫിനിറ്റി ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇവൻറ്റുകൾ നടക്കാനുള്ള ടൈം ഗ്യാപ്പ് കൂടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് അല്ലേ. ഇപ്പോൾ ഈ ഒരു ഡെൽറ്റ ടി സീറോനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് റിലേറ്റീവ് ടു ഡെൽറ്റ ടി സീറോ, ഡെൽറ്റ ടി ഈസ് വെരി 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 ഗ്രേറ്റർ. അതായത് രണ്ട് ഇവൻറ്റുകൾ തമ്മിലുള്ള ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ട്വിൻ പാരഡോക്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കഥ പറയുന്ന പോലെ ഞാൻ ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു ട്വിൻസ് ഉണ്ടെന്ന് വിചാരിക്കും, രണ്ട് ഇരട്ട കുട്ടികളുണ്ട് ഒരു വീട്ടിലെന്ന് വിചാരിക്കും. അപ്പോൾ ഒരാൾക്കൊരു പ്രൊജക്റ്റ് കിട്ടി, സ്പേസ് ഷിപ്പിൽ ട്രാവൽ ചെയ്യാനായിട്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇരട്ട കുട്ടികളായതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ പ്രായമാണ്. ലെറ്റ് ഇറ്റ് ബി 20 years. ഓക്കെ, രണ്ടുപേർക്കും 20 years ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ ഒരാൾക്കാണ് പ്രൊജക്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഇയാൾക്ക് സ്പേസ് ഷിപ്പിലാണ് പോവേണ്ടത്. ഈ സ്പേസ് ഷിപ്പ് പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 5 years കഴിഞ്ഞിട്ടാണ് ആൾ തിരിച്ചു വരികയെന്ന് വിചാരിക്കും. ഇപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ലൈറ്റിൻ്റെ വെലോസിറ്റി, ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഒരു പോകാൻ റെഡിയായി. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ട്വിനിനെ എ എന്നും പോകുന്ന സ്പേസ് ഷിപ്പിൽ പോകുന്ന ട്വിനിന് നമുക്ക് ബി എന്നും പേര് കൊടുക്കാം. എ എൻ ബി. ഓക്കെ, A is staying at home and B is going outside in a spaceship. എർത്തിൻ്റെ പുറത്തേക്കാണ് പോകുന്നത്, സ്പേസിലേക്ക് പോകുന്നത്. ഓക്കെ, ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ദി പ്രൊജക്റ്റ് ഇസ് 5 years. 5 years ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക?
അപ്പോൾ ടൈം ഡിലേഷൻ ബിറ്റ്വീൻ 2 ഇവൻറ്റ്സ് ആണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ഡെൽറ്റ ടിയും ഡെൽറ്റ ടി സീറോയും ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 ഇവൻറ്റ്സ്. അപ്പോൾ ഇവൻറ്റ്സുകൾ എന്ത് വേണമെങ്കിലും ആവും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹാർട്ട് ബീറ്റാണ് ഒരു ഇവൻ്റായിട്ട് എടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഇവൻറ്റ് അല്ലേ, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ സ്പേസിൽ ഷിപ്പിൽ മൂവ് ചെയ്യുന്ന ആളുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് അത് 2 ഹാർട്ട് ബീറ്റുകൾ തമ്മിൽ ഇടയിൽ വരുന്ന ടൈം ഇൻ്റർവൽ വളരെ കുറവായിരിക്കും. അതേ സമയത്ത് എർത്തിലുള്ള ആളുടെ ഹാർട്ട് ബീറ്റ് തമ്മിൽ 2 ഹാർട്ട് ബീറ്റുകൾ തമ്മിലുള്ള ടൈം കൂടുതലായിരിക്കും ഡെൽറ്റ ടി സീറോനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഈ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പേസിലുള്ള ആളേനെ ഇപ്പോൾ കൺസിഡർ ചെയ്യാം. ആളൊരു 5 വർഷം കഴിഞ്ഞിട്ട്, ഓക്കെ, ഇപ്പോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. 2 പേരും 2 സ്ഥലത്താണ്. ഒരു സ്ഥലത്ത് ടൈം ഡിലേഷൻ ആണ് വരുന്നത്. അതായത് എർത്തിൽ നിൽക്കുന്ന ആൾക്ക് സ്പേസിലുള്ള ആളെ അപേക്ഷിച്ച് എർത്തിലുള്ള ആൾ ടൈം ഡിലേഷൻ ആണ് കൂടുതൽ അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് പ്രൊജക്റ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആളാകെ ബി എന്ന് പറഞ്ഞ വ്യക്തി എനെ കണ്ടിട്ട് ആകെ ഡെസ്പായി പോയി. ആൾക്ക് ഒരുപാട് വയസ്സ് കൂടിയിരിക്കുന്നു. വെറും 5 വർഷം കഴിഞ്ഞിട്ടാണ് ബി എത്തിയിരിക്കുന്നത്. പക്ഷെ 25 ഇയറിന് പകരം ഒരു 60 ഇയേഴ്സൊക്കെ ആയിരിക്കുന്ന എൻ്റെ ട്വിന്നിനാണ് എ എന്ന് പറയുന്ന ട്വിന്നിനെയാണ് ബി കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ടൈം ഡിലേഷൻ കൂടുതലാണ്. ഇപ്പോൾ സ്പേസിൽ ഒരു 5 ഇയേഴ്സ് എന്ന് പറയുന്നത് വളരെ ടൈം കുറവായിട്ടാണ് ഫീൽ ചെയ്യുക. കാരണം 2 ഇവൻറ്റിൻ്റെ ഇടയിലുള്ള ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണെന്നാണ് നമുക്ക് ഇക്വേഷൻ മനസ്സിലാവുന്നത്. അതേ അപ്പോൾ സ്പേസ് ഷിപ്പിൽ ടൈം ഗ്യാപ്പ് വളരെ കുറവാണെന്ന് പറയാതെ നമുക്ക് എക്സാമ്പിൾ പറയാം. ഒരു രാത്രി കഴിഞ്ഞ് ഒരു പകലാവാൻ എടുക്കുന്ന ടൈം വളരെ കുറവാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വീക്കിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും. ഒരു ഇയറിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും. ഇവിടെ ഒരു ഇയർ എന്ന് പറയുന്നത്, എർത്തിലൊരു ഇയർ എന്ന് പറഞ്ഞാൽ 365 ഡേയ്സ് ആണ്. പക്ഷേ അവിടെ ഒരു ഇയർ എന്ന് പറയുന്നത്, അത്രയും ദിവസം എന്ന് പറയുന്നത് 365 ഡേയ്സ് എന്ന് പറയുമ്പോൾ ടൈം വളരെ കുറവായിരിക്കും. ഒരു ഡേക്ക് വളരെ കുറഞ്ഞ സമയമാണ് അവിടെ എടുക്കുള്ളൂ. ഒരു ഡേ കഴിഞ്ഞ് അടുത്ത ഡേ ആവാൻ വേണ്ടിയിട്ട് വളരെ കുറവ് സമയം എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരു 1 ഇയർ എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതേ സമയത്ത് എർത്തിൽ അത് ടൈം ഡിലേഷൻ വളരെ കൂടുതലാണ്. ടൈം ഗ്യാപ്പ്, ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 ഇവൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അവിടെ പെട്ടെന്ന് ടൈം പോവുകയും വർഷങ്ങൾ പെട്ടെന്ന് പോവുകയും ചെയ്യുന്നു. ഇവിടെ ആണെങ്കിൽ വർഷങ്ങൾ, അതായത് 2 ഇവൻറ്റുകൾ നടക്കാനുള്ള ടൈം വളരെ കുറവാണ്. ഇപ്പോൾ 2 ഹാർട്ട് ബീറ്റുകൾ എടുക്കുക. ഹാർട്ട് ബീറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഹാർട്ട് ബീറ്റിൽ നിന്ന് മറ്റു ഹാർട്ട് ബീറ്റിലേക്ക് എത്താൻ ടൈം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ സമയത്ത് അതുകൊണ്ട് ആൾ 5 വർഷം പെട്ടെന്ന് ആ 5 വർഷം കൊണ്ട് ഇവിടെ എടുക്കുന്ന ടൈം ഡിലേഷൻ എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ആകെ അറ്റ്മോസ്ഫിയറൊക്കെ ആകെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബിയുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ ആകെ ചേഞ്ച് ചെയ്ത് പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് മൊത്തം ആൾക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 5 വർഷം കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് അല്ല വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിട്ടുണ്ട്, ഇവിടെ ടൈം കൂടുതലായതുകൊണ്ട്, ഇവിടെ ടൈം ഡിലേഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു 50 ഇയേഴ്സ് എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഒരു 5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പേസിലെ 5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ വേറൊരു കാര്യം വെച്ചിട്ട് പറയാം, ഒരു ക്ലോക്ക് വെച്ചിട്ട് പറയാൻ പറ്റും. ഇപ്പം നമ്മളൊരു 2 ക്ലോക്ക് സിങ്ക്രണൈസ് ചെയ്ത 2 ക്ലോക്കിനെ എടുക്കുക. അപ്പോൾ ഈ ഒരു ക്ലോക്കിനെ സ്പേസ് ഷിപ്പിൽ നമ്മൾ വെക്കുന്നു. അവിടുത്തെ ക്ലോക്ക് എർത്തിൽ തന്നെ വെക്കുന്നു. ഈ സ്പേസ് ഷിപ്പിൽ പോയി വന്ന ക്ലോക്കിൻ്റെ
അതായത് ഒരു സെക്കൻഡിൽ നിന്ന് അടുത്ത സെക്കൻഡിലേക്ക് എടുക്കുന്ന ഇവൻ്റ്, അതായത് ഒരു സെക്കൻഡിൽ നിന്ന് അടുത്ത സെക്കൻഡിലേക്ക് നീഡിൽ പോകാൻ എടുക്കുന്ന ടൈം വളരെ കുറവായിരിക്കും. പക്ഷേ എർത്തിലാണെങ്കിൽ ആ ടൈം ഡിലേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് സമയം പോവുകയും പെട്ടെന്ന് തന്നെ ഇയേഴ്സുകൾ, മന്ത്സ് ആൻഡ് ഇയേഴ്സുകളായി പെട്ടെന്ന് അവിടെ പെട്ടെന്നായി പോവുകയും ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ ടൈം എടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇതേ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് ട്വിൻ പാരഡോക്സും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ദിസ് ഈസ് ആൾ അബൌട്ട് ട്വിൻ പാരഡോക്സ്. This is explained by using this equation, which is a virtual concept. Actually this is not happening in the universe. Maybe in the later years it may happen, I don't know. So let's conclude this session here. Okay, thank you.